ഗുഡ് മോർണിംഗ് യൂറോപ്പ് ആനറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. US തൽക്കാലം ഇന്ത്യക്കൊപ്പം യൂറോപ്പും തപാലുകൾ അയക്കില്ല. യൂറോപ്പിൽ നിന്നും US തപാൽ സർവീസുകൾ സ്തംഭിച്ച് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ ഇറക്കുമതി താരിഫുകളുടെ ആഘാതത്തെ ചൂണ്ടിക്കാട്ടി യൂറോപ്പിൽ ഉടനീളമുള്ള തപാൽ സേവനങ്ങൾ US മിക്ക പാഴ്സൽ കയറ്റുമതികളും നിർത്തിവച്ചിരിക്കുകയാണ്. ഫ്രാൻസിന്റെ ലാ പോസ്റ്റ, ജർമ്മനിയുടെ ഡച്ച് പോസ്റ്റ്, സ്പെയിനിന്റെ കൊറിയോസ് പോസ്റ്റ്, ഇറ്റാലിയൻ, ബെൽജിയൻ, സ്വീഡിഷ്, ഡാനിയൽ തപാൽ സേവനങ്ങൾ ഇവയെല്ലാം വാരാന്ത്യത്തിൽ തിങ്കളാഴ്ച മുതൽ US ഭൂരിഭാഗം ഷിപ്മെന്റുകളും നിർത്തിവെച്ചു. ഓഗസ്റ്റ് അവസാനം താരിഫുകൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് പോസ്റ്റ് ചെയ്ത പാക്കേജുകൾക്ക് US എത്താൻ മതിയായ സമയം നൽകുന്നതിനായി ചൊവ്വാഴ്ച മുതൽ ഇനിയുള്ള പാക്കേജുകൾ സ്വീകരിക്കുന്നത് നിർത്തുമെന്ന് ഓസ്ട്രിയയുടെ ഓസ്കറിച്ച് പോസ്റ്റും US റോയൽ മെയിലും അറിയിച്ചിട്ടുണ്ട്. ഭാരം കുറയ്ക്കാൻ 20 യാത്രക്കാരെ തിരിച്ചിറക്കി ബ്രിട്ടീഷ് എയർവേസ് മാതൃകയായി. മെട്രോ ഫീസ് അധിക ചൂടിന് മുന്നറിയിപ്പ് നൽകിയതിനാൽ ബ്രിട്ടീഷ് എയർവേസിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ 2 വട്ടമെങ്കിലും യാത്രയെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം. ഒപ്പം സ്വന്തം ശരീരഭാരം എത്രയെന്നതിന്റെ ലേറ്റസ്റ്റ് വിവരങ്ങളും ടേക്ക് ഓഫിന് മുമ്പ് അവർ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ വിമാനത്തിൽ നിന്നും പിടിച്ച് പുറത്താക്കും. അമിതമായ ചൂടിൽ വിമാനത്തിന്റെ ഭാരം വർദ്ധിച്ചതിനെ തുടർന്ന് സന്തുലനം പാലിക്കാൻ 20 യാത്രക്കാരെയാണ് ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിൽ നിന്നും ഇറക്കിവിട്ടത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. ഫ്ലോറൻസിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനത്തിൽ നിന്നായിരുന്നു 20 യാത്രക്കാരെ നിർബന്ധിച്ച് താഴെ ഇറക്കിയത്. യാത്രക്കാരെ ഇറക്കി വിമാനത്തിന്റെ ഭാരം മൊത്തം കുറച്ചാൽ അധിക ഇന്ധനം നിറയ്ക്കാനാകും എന്നതിനാലായിരുന്നു ഈ പ്രവൃത്തി. 32 ഡിഗ്രി സെൽഷ്യസിൽ താപനില എത്തിയതോടെ ബ്രിട്ടീഷ് എയർവേസിന്റെ എംബ്രയർ ERJ190 വിമാനത്തിന് അതിന്റെ നിശ്ചിത ഉയരം കൈവരിക്കുന്നതിന് അധിക ഇന്ധനം ആവശ്യമായിരുന്നു. ഈ മാസം ആദ്യമാണ് ഇംഗ്ലണ്ടിനെ മൊത്തത്തിൽ നാണിക്കുന്ന ഈ സംഭവം നടന്നത്. ഇതിനു മുമ്പും പല വിമാനങ്ങളും സമാനമായ സാഹചര്യം അഭിമുഖീകരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ബ്രിട്ടീഷ് എയർവേസ് ക്ഷമാപണം നടത്തി തടിയൂരിയിട്ടുണ്ട്. കുട്ടികൾ വോട്ട് ചെയ്യട്ടെ, അധ്യാപകർ രാഷ്ട്രീയം പറയേണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 11ാം വയസ്സ് മുതൽ കുട്ടികളെ ജനാധിപത്യ പഠനങ്ങൾ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് UK ഇലക്ടറൽ കമ്മീഷണർ ചീഫ് എക്സിക്യൂട്ടീവ് വിജയ് രംഗരാജൻ കുട്ടികളെ 16ാം വയസ്സിൽ വോട്ടെടുപ്പിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്നതിന് ക്ലാസ് മുറിയിൽ തങ്ങളുടെ സ്വന്തം രാഷ്ട്രീയം ഉപയോഗിക്കാൻ അധ്യാപകരോട് സ്കൂളുകൾ ആവശ്യപ്പെടണമെന്നും ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ജനാധിപത്യ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്നതിന് സ്കൂളുകൾക്ക് നൽകേണ്ട മെറ്റീരിയലുകൾ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത തിരഞ്ഞെടുപ്പിൽ 16 വയസ്സിൽ വോട്ടെടുപ്പിന് തയ്യാറാക്കുന്നതിന് വേണ്ടി 14 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ജനാധിപത്യ വിദ്യാഭ്യാസം നൽകുക. എങ്കിലും 16ഉം 17ഉം വയസ്സിൽ വോട്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ അവർക്കുള്ള പരിശീലനം 11ാം വയസ്സിൽ ആരംഭിക്കണമെന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട്. മുട്ടയും ബട്ടറും പൊള്ളി തുടങ്ങി. UK ബട്ടർ തുടങ്ങിയ അവശ്യ സാധന വില കുത്തനെ ഉയരുന്നതായി ഏറ്റവും പുതിയ കണക്കുകൾ. 18 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വേഗതയിൽ ഈ മാസം ഭക്ഷ്യവസ്തുക്കളുടെ പണപ്പെരുപ്പം 4.2% ഉയർന്നതായും 2024 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിലയാണിതെന്നും ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം ചൂണ്ടിക്കാട്ടുന്നു. അവശ്യ സാധനങ്ങളുടെ വില ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അഭയാർത്ഥികളുടെ അപ്പീലുകൾക്ക് സ്വതന്ത്ര റിവ്യൂ പാനൽ വരുന്നു. ജർമ്മനി അഭയാർത്ഥി പ്രശ്നത്തിൽ കൈക്കൊണ്ട കർശന നിലപാടുകൾ UK ലേബർ സർക്കാരിന് പാഠമായി തുടങ്ങി. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വംശീയ കുടിയേറ്റ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ സ്റ്റാമർ സർക്കാർ നിരത്തിൽ ഇറങ്ങി തുടങ്ങി. അഭയാർത്ഥികളുടെ നിരസിക്കപ്പെട്ട അഭയാപേക്ഷകൾക്ക് മേലുള്ള അപ്പീൽ പ്രക്രിയ അതിവേഗത്തിലാക്കുന്നതിനായി സ്വതന്ത്ര റിവ്യൂ പാനൽ അടക്കം പുതിയ നടപടികൾ രൂപീകരിക്കുകയാണെന്ന് UK ഹോം സെക്രട്ടറി യവൻ കൂപ്പർ അറിയിച്ചു. നിലവിൽ ഇത്തരത്തിലുള്ള അപ്പീലുകൾ തീരുമാനമെടുക്കുന്നതിന് ശരാശരി 1 വർഷത്തിലേറെ സമയമെടുക്കുന്നുണ്ട്. ഈ കാലതാമസം ഒഴിവാക്കുന്നതിന് അഭയാപേക്ഷകളുമായി ബന്ധപ്പെട്ട അപ്പീലുകൾ അതുമാത്രമാകും പാനൽ പരിശോധിക്കാൻ സർക്കാർ അനുമതി നൽകുക. അതിനായാണ് സ്വതന്ത്ര പാനൽ. ജഡ്ജിമാരെ ആശ്രയിക്കുന്നതിന് പകരം പ്രൊഫഷണൽ പരിശീലനം ലഭിച്ച അഡ്ജുഡിക്കേറ്റർമാരുടെ സേവനമാകും സ്വതന്ത്ര പാനലിനെ ഉപയോഗിക്കുക. നിരസിക്കപ്പെട്ട അഭയാപേക്ഷകൾക്ക് മേലുള്ള അപ്പീലുകൾ തീർപ്പാക്കാൻ ഏറെ സമയം എടുക്കുന്നത് അർഹതയില്ലാത്തവർക്ക് കൂടുതൽ കാലം ബ്രിട്ടനിൽ തങ്ങാൻ അവസരമൊരുക്കുമെന്നും ഹോം സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. ഇത് അനുവദിക്കാൻ കഴിയില്ലെന്നും നിലവിൽ ഏകദേശം 51,000 അപ്പീലുകളാണ് തീർപ്പ് കാത്ത് കിടക്കുന്നതെന്നും സർക്കാരിന്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കും. നീക്യാപ് ബാൻഡിന് വിനയായി പതാക വീശൽ. ലണ്ടനിൽ നടന്ന സംഗീത പരിപാടിക്കിടെ ഹിസ്ബുള്ള പതാക പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ UK കോടതി വിചാരണയിൽ ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഒക്ടോബറിൽ നിശ്ചയിച്ചിരുന്ന US ടൂർ പരിപാടി ഐറിഷ് ഹിപ്പ് ഹോപ്പ് ബാൻഡായ നീക്യാപ്പ് റദ്ദാക്കി. മോച്ചാര എന്ന സ്റ്റേജ് നാമത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കുന്ന ബാൻഡ് അംഗം ലിയാം ഓ ഹനീദിനെതിരെ ഹിസ്ബുള്ളയെ പിന്തുണച്ച് അവിടെ പതാക പ്രദർശിപ്പിച്ച കേസിൽ മെയ് മാസത്തിലാണ് UK തീവ്രവാദ നിയമം ചുമത്തിയത്. എന്നാൽ ബെൽഫാസ്റ്റിൽ നിന്നുള്ള ഇയാൾ കുറ്റം നിഷേധിച്ചു. ഓ ഹനീദിന്റെ അടുത്ത കോടതി വാദം സെപ്റ്റംബർ 26-നാണ്. ആ സമയത്ത് ഹനീദ് വിചാരണ നേരിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ചീഫ് മജിസ്ട്രേറ്റ് തീരുമാനിക്കും. കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാൻ പോളണ്ട് പ്രസിഡന്റ്.
പോളണ്ടിലെ ഉക്രൈനിയൻ അഭയാർത്ഥികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ദീർഘിപ്പിക്കാനുള്ള സെപ്റ്റംബറിൽ കാലഹരണപ്പെടാൻ പോകുന്ന നിലവിലെ പേയ്മെന്റ് സമ്പ്രദായം 2026 മാർച്ച് വരെ നീട്ടുന്ന ബിൽ നിയമനിർമ്മാണത്തെ പോളണ്ട് പ്രസിഡന്റ് നേരിട്ട് വീറ്റോ ചെയ്തു. പോളണ്ടുകാർക്കിടയിൽ ഉക്രൈനിയൻ വിരുദ്ധ വികാരം സ്ഥിരമായി വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അഭയാർത്ഥികൾക്കുള്ള ക്ഷേമ പേയ്മെന്റുകൾ കർശനമാക്കുമെന്ന പ്രചരണ വാഗ്ദാനം പാലിക്കാൻ പോളണ്ട് പ്രധാനമന്ത്രി കരോൾ നവ്രോക്കി രംഗത്തിറങ്ങിയത്. 2022 മുതൽ ഏകദേശം 1 ദശലക്ഷം അഭയാർത്ഥികൾ പോളണ്ടിൽ സ്ഥിരതാമസമാക്കിയതാണ് കണക്കുകൾ. ഇവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ്. ഈ മാസം അധികാരമേറ്റ കരോൾ നവ്രോക്കി രാജ്യത്ത് ജോലി ചെയ്യുന്ന ഉക്രൈനക്കാർക്ക് മാത്രമേ ഇനി ചൈൽഡ് ബെനിഫിറ്റ് പേയ്മെന്റുകൾ നൽകാവൂ എന്ന് ഉത്തരവിറക്കിയിരുന്നു. ഉക്രൈനിയൻ പൗരന്മാർക്ക് സഹായം തുടരുമെന്നും എന്നാൽ 3.5 വർഷത്തിന് ശേഷം ഈ നിയമം ഭേദഗതി ചെയ്യുമെന്നും നവ്രോക്കി പറഞ്ഞു. വംശീയ വെറി വീണ്ടും ഇന്ത്യൻ റെസ്റ്റോറന്റിന് തീയിട്ടു. വെള്ളിയാഴ്ച രാത്രി കിഴക്കൻ ലണ്ടനിലെ ഇൽഫോർഡ് ഗ്രാൻഡ് ഹിൽസിലുള്ള ഇന്ത്യൻ അരോമ എന്ന റെസ്റ്റോറന്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് 15-കാരനായ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെയും ഒരു 54-കാരനെയും അറസ്റ്റ് ചെയ്തു. തീയിട്ടത് ഇവരാണെന്ന സംശയത്തിലാണ് പോലീസ് അറസ്റ്റ്. 3 സ്ത്രീകൾക്കും 2 പുരുഷന്മാർക്കും സംഭവത്തിൽ പൊള്ളലേറ്റിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ 3 പേരെ ഉടനടി ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. സംഭവ സ്ഥലത്ത് വെച്ച് ചികിത്സ നൽകിയ 5 പേർക്ക് പുറമെ മറ്റ് 2 പേർ കൂടി പൊള്ളലേറ്റതാണ് വിവരം. ജീവൻ അപകടപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം അഗ്നിബാധ ഉണ്ടാക്കിയതിനാണ് 15-കാരനെതിരെയും 54-കാരനെതിരെയും പേരിൽ കേസെടുത്തിരിക്കുന്നത്. മുഖംമൂടി അണിഞ്ഞ ഒരു സംഘം റെസ്റ്റോറന്റിനകത്തേക്ക് കടക്കുന്നതിന്റെയും ദ്രാവകമൊഴിച്ച് തീയിടുന്നതിന്റെയും ദൃശ്യങ്ങൾ CCTVയിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു. കാർഡിഫിലെ ഏഷ്യക്കാർ ആശങ്കയിൽ. കഴിഞ്ഞ ദിവസം കാർഡിഫിൽ ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ശ്രീലങ്കൻ യുവതി നിരോധ കൽപ്പാനിയാണെന്ന് പോലീസ് കണ്ടെത്തി. ദീർഘകാലം സുഹൃത്തുക്കൾ ആയിരുന്നവരാണ് കൊല്ലപ്പെട്ട നിരോധനയും കൊലപാതകത്തിന് പോലീസ് കസ്റ്റഡിയിലായ തിസാര എന്ന യുവാവ്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. അപകട വിവരം അറിഞ്ഞുടൻ പോലീസും ജീവൻ രക്ഷാ സംഘവും സ്ഥലത്തെത്തിയെങ്കിലും യുവതിയുടെ മരണം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സ്ഥിരീകരിക്കുകയായിരുന്നു. കസ്റ്റഡിയിലായ ശ്രീലങ്കൻ യുവാവിനെ ശനിയാഴ്ച പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിനു ശേഷം ഒരിക്കൽ കൂടി കോടതിയിലെത്തി. അനേകം ശ്രീലങ്കൻ വംശജർ താമസിക്കുന്ന കാർഡിഫിൽ തെരുവ് മധ്യത്തിൽ നടന്ന കൊലപാതകം ഏഷ്യൻ സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഓണം ആഘോഷിച്ച് നോർത്ത് വെസ്റ്റ് ദേശീയ ലണ്ടനൈസ്. UK-യിലെ വിപുലമായ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നോർത്ത് വെസ്റ്റ് ദേശീയ ലണ്ടനൈസ് ലണ്ടനിൽ ജീവിക്കുന്നവരും UK തലസ്ഥാനത്ത് നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ചേക്കേറിയവരും ഒരുക്കുന്ന ഈ സൗഹൃദ കൂട്ടായ്മയ്ക്ക് ഓണാഘോഷം ഇത്തവണയും മധുരമുള്ളതായി. വെംബ്ലി സബ്ബറി ഹാളിൽ നടന്ന ആവേശകരമായ ആഘോഷത്തിൽ ഷെഫ് ഫെബിന്റെയും തോമസ് ജോഡി നേതൃത്വത്തിൽ ഒരുക്കിയ 26 കൂട്ട ഓണസദ്യയും ശ്രദ്ധേയമായി. ഒപ്പം മികവുറ്റ പ്രൊഫഷണൽ കലാപരിപാടിയും അരങ്ങേറി. അരുൺ കൊച്ചുപുരയ്ക്കൽ, ഷിനോ ജോർജ്, മെൽജോ തോമസ് ജോയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സംഘാടനം. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി വിദേശ മലയാളികളും. രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യ സമര പോരാട്ടത്തിൽ പ്രവാസികളും പങ്കാളികളായി വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതായി മഹാത്മാഗാന്ധി തോട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ KK മോഹൻദാസ് അറിയിച്ചു. ലണ്ടനിൽ മഹാത്മാഗാന്ധി തോട്ട്സ് ഫൗണ്ടേഷൻ UK-യുടെ ആഭിമുഖ്യത്തിൽ സംഘടനയുടെ വൈസ് ചെയർമാൻ അൽസഹാർ അലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ജനാധിപത്യ അടിസ്ഥാന മൂല്യങ്ങൾ തകർക്കുന്ന രീതിയിലാണ് വോട്ടർ പട്ടികയിലെ തിരിമറികളെന്നും ഇതിനെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടമെന്നും KK മോഹൻദാസ് പറഞ്ഞു. കൃത്യമായ വോട്ടർ പട്ടിക ഉപയോഗിച്ച് മാത്രമേ തിരഞ്ഞെടുപ്പ് നടത്താവൂ എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെ പോലും അട്ടിമറിച്ചതായും BJP സർക്കാർ രാജ്യത്തിന് കളങ്കം വരുത്തിയതായും KK മോഹൻദാസ് ആരോപിച്ചു. കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ സൂര്യകാലടി മഹാഗണപതി ഹോമം. UK-യിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 27 ബുധനാഴ്ച വിനായക ചതുർത്ഥി മഹോത്സവത്തോടനുബന്ധിച്ച് ആദ്യമായി സൂര്യകാലടി മഹാഗണപതി ഹോമം നടത്തും. രാവിലെ 8 മുതൽ 12 വരെ നടത്തുന്ന ഹോമത്തിന്റെ മുഖ്യ കാർമ്മികൻ തന്ത്രിമുഖ്യൻ സൂര്യകാലടി മന ബ്രഹ്മശ്രീ സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടായിരിക്കും. ഇതിനൊപ്പം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഉണ്ടാകും. ONV കുറുപ്പിന്റെ കാവ്യങ്ങൾ ആലപിക്കാൻ മലയാളം മിഷൻ UK ചാപ്റ്റർ. കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മലയാളം മിഷൻ സംഘടിപ്പിക്കുന്ന സുഗതാഞ്ജലി ആഗോള കാവ്യാലാപന മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് മലയാളം മിഷൻ UK ചാപ്റ്ററിലെ വിദ്യാർത്ഥികൾ. സെപ്റ്റംബർ 20 മുമ്പ് മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള കാവ്യാലാപനത്തിന്റെ വീഡിയോ അയച്ചു കൊടുക്കണം. ഈ വർഷം സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ ONV കുറിപ്പ് രചിച്ച കവിതകളെ ആസ്പദമാക്കിയാകും കാവ്യാലാപന മത്സരം. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ സബ് ജൂനിയർ വിഭാഗത്തിലും 10 മുതൽ 16 വയസ്സ് വരെ ജൂനിയർ വിഭാഗത്തിലും 16 മുതൽ 20 വരെ സീനിയർ വിഭാഗത്തിലുമാണ് മത്സരങ്ങൾ. 2ാം ഘട്ട ഓൺലൈൻ മത്സരത്തിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേരാണ് 3ാം ഘട്ടമായ ഗ്രാൻഡ് ഫിനാലിൽ മത്സരിക്കുക. 2ാം ഘട്ട മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിന്റെ മേൽനോട്ടം പൂർണ്ണമായും കേരളത്തിലെ മലയാളം മിഷൻ കേന്ദ്ര ഓഫീസ് നേരിട്ടാകും നടത്തുക. ഇനി ആനന്ദ് ട്രാവൽ പൗണ്ട്, യൂറോ, ഡോളർ, രൂപ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.05 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.73 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 102.04 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനഡിയൻ ഡോളർ
63.33 ഇന്ത്യൻ രൂപ. ഗുഡ് മോർണിംഗ് യൂറോ സമാപിക്കുന്നു. നമസ്കാരം.